ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മിഷൻ PSC. ഞാൻ ശ്രീജ സി സുന്ദർ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ കലാപങ്ങളെ പറ്റിയാണ്. എല്ലാ എക്സാമിനും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണിത്. എല്ലാവരും നന്നായി തന്നെ പഠിക്കുക, ആത്മാർത്ഥമായി തന്നെ പഠിക്കുക കേട്ടോ. SCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ദിവസവും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായി തന്നെ പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. കേരളത്തിലെ കലാപങ്ങൾ. അഞ്ചുതെങ്ങ് കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. എപ്പോഴാണ് നടന്നത്? 1697 എപ്പോഴാണ്? 1697 വർഷം ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നത്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപമാണ് കേട്ടോ അഞ്ചുതെങ്ങ് കലാപം. ആരൊക്കെ തമ്മിലായിരുന്നു കലാപം നടന്നത്? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ. ആരൊക്കെ തമ്മിലാണ് കലാപം നടന്നത്? ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലാണ് കലാപം നടന്നത്. ഈ കലാപത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയത്. എന്താണ്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇനി അഞ്ചുതെങ്ങിൽ കോട്ട പണിത വർഷം ഏതാണ്? അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർ കോട്ട എപ്പോഴാണ് പണിതത്? 1695 എപ്പോഴാണ്? 1695 ഈ അഞ്ചുതെങ്ങ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? തിരുവനന്തപുരത്താണ് കേട്ടോ. അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇനി ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയ ഭരണാധികാരി ആരാണ്? അത് ആറ്റിങ്ങൽ റാണിയാണ്. ആരാണ്? ആറ്റിങ്ങൽ റാണിയാണ്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം എപ്പോഴാണ് നടന്നത്? 1697 കലാപം ആരൊക്കെ തമ്മിലായിരുന്നു? ആറ്റിങ്ങൽ നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു അല്ലെ. ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലായിരുന്നു അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഇനി അഞ്ചുതെങ്ങിൽ കോട്ട പണിയാൻ അനുമതി നൽകിയത് ആരായിരുന്നു? ആറ്റിങ്ങൽ റാണിയാണ്. ആറ്റിങ്ങൽ റാണിയാണ്. ഈ അഞ്ചുതെങ്ങ് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചുതെങ്ങ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കലാപമാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അല്ലെ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമാണ്. ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സംഘടിത കലാപം. ഈ പോയിന്റ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. എപ്പോഴാണ് ആറ്റിങ്ങൽ കലാപം നടന്നത്? 1721 എപ്പോഴാണ്? 1721 ഏപ്രിൽ 21 ആറ്റിങ്ങൽ കലാപം നടന്നത്. ഈ ആറ്റിങ്ങൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു കേട്ടോ. ആറ്റിങ്ങലിൽ കലാപം നടക്കുമ്പോൾ വേണാടിലെ ഭരണാധികാരി ആരായിരുന്നു? ആദിത്യവർമ്മയായിരുന്നു. ഇനി ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ്? ആറ്റിങ്ങൽ കലാപത്തിൽ ഒരു പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനും അതുപോലെ തന്നെ 140 ബ്രിട്ടീഷുകാരും മരണപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഈ ഗിഫോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ആര്? ഗിഫോർഡ്. ആരാണ്? ഗിഫോർഡ് ആണ്. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ട് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1723 കലാപം നടന്നത് 1721 ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എപ്പോഴാണ്? 1723 ഈ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ. ഇനി വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ്? അത് അലക്സാണ്ടർ ഓം ആണ് കേട്ടോ. അത് അലക്സാണ്ടർ ഓം ആണ്. അപ്പോൾ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. കലാപം നടന്നത് എപ്പോഴാണ്? 1721 ഏപ്രിൽ 21 ആ ഒരു കാലഘട്ടത്തിൽ വേണാടിലെ ഭരണാധികാരിയായിരുന്നു
ആദിത്യവർമ്മ. ആരായിരുന്നു? ആദിത്യവർമ്മയാണ്. ഈ കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ്. ആരാണ്? ഗിഫോർഡ് ആണ്. അതുമാത്രമല്ല 140 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. 140 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അദ്ദേഹത്തോടൊപ്പം കലാപത്തിൽ വധിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. ഈ വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് വേണാട് ഉടമ്പടിയിൽ ആരാണ് ഒപ്പുവെച്ചത്? അലക്സാണ്ടർ ഓമാണ്. അലക്സാണ്ടർ ഓമാണ്. ഉദയം പേരൂർ സുന്നഹദോസ് കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? കേരളത്തിലെ ക്രൈസ്തവ സഭയെ റോമിനോട് ആഭിമുഖ്യമുള്ളവരാക്കി മാറ്റാൻ ഉദയം പേരൂരിൽ നടത്തിയ പുരോഹിത സമ്മേളനമാണ് ഉദയം പേരൂർ സുന്നഹദോസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് എപ്പോഴാണ് നടന്നത്? AD 1599. എപ്പോഴാണ്? AD 1599. ഈ വർഷവും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ്. AD 1599 ഉദയം പേരൂർ സുന്നഹദോസ് നടന്നത്. ഇനി ഈ പരിപാടിയിൽ അല്ലെങ്കിൽ ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? അലക്സിസ് ഡി മെനസിസ് ആണ്. ആരാണ്? അലക്സിസ് ഡി മെനസിസ് ആണ്. ഈ സമ്മേളനത്തിൽ എത്ര പേരാണ് പങ്കെടുത്തത്? 813 പേരാണ് പങ്കെടുത്തത്. ഉദയം പേരൂർ സുന്നഹദോസിൽ സമ്മേളനം നടത്തിയപ്പോൾ 813 പേരാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഈ സുന്നഹദോസ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് പിന്നീട് നടന്ന ഒരു സംഭവമാണ് കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത്. എന്താണ്? കൂനൻ കുരിശ് സത്യം എന്ന് പറയുന്നത്. എപ്പോഴാണ് നടന്നത്? 1653 ജനുവരി 3 എപ്പോഴാണ് നടന്നത്? 1653 ജനുവരി 3 ഈ ഒരു ഇയറും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതും പഠിച്ചു വെക്കുക കേട്ടോ. എന്താണ് കൂനൻ കുരിശ് സത്യം എന്ന് പറഞ്ഞ സംഭവം? സുന്നഹദോസ് തീരുമാനത്തിൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എതിർപ്പ് പ്രകടിപ്പിക്കുകയും AD 1653 മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശിന് മുന്നിൽ സമ്മേളിക്കുകയും ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്ത സംഭവമാണ് കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്താണ്? 1599 സുന്നഹദോസ് സമ്മേളനത്തിൽ, അതായത് സുന്നഹദോസിൽ ഒരു പുരോഹിത സമ്മേളനം നടന്നിരുന്നു. ആ സമ്മേളനത്തിൽ കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നു. ആ തീരുമാനങ്ങൾ ആർക്ക് തൃപ്തികരമായിരുന്നില്ല? സുറിയാനി ക്രിസ്ത്യാനികൾക്ക് എന്തായിരുന്നു? തൃപ്തികരമായിരുന്നില്ല അല്ലെ? അപ്പോൾ അവർക്ക് അതിനെ എതിർക്കണമായിരുന്നു. എതിർപ്പ് പ്രകടിപ്പിച്ചത് എങ്ങനെയായിരുന്നു? AD 1653 മട്ടാഞ്ചേരിയിലെ പ്രാചീന കുരിശിന് മുന്നിൽ സമ്മേളിക്കുകയും ലത്തീൻ ബിഷപ്പുമാരുടെ തീരുമാനങ്ങൾ അംഗീകരിക്കില്ലെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് കൂനൻ കുരിശ് സത്യം എന്ന പേരിൽ അറിയപ്പെടുന്നത്. സാധാരണ ഈ ഒരു വർഷമാണ് ചോദിക്കാറുള്ളത് കേട്ടോ. ഉദയം പേരൂർ സുന്നഹദോസ് ആണെങ്കിലും അതെ, കൂനൻ കുരിശ് സത്യം ആണെങ്കിലും അതെ, ഈ വർഷങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ വർഷങ്ങൾ പഠിച്ചു വെക്കാം. ഉദയം പേരൂർ സുന്നഹദോസ് നടന്ന എപ്പോഴാണ്? 1599. ആരായിരുന്നു അതിന്റെ അധ്യക്ഷൻ? അലക്സിസ് ഡി മെനസിസ് ആണ്. എത്ര പേര് പങ്കെടുത്തിരുന്നു? 813 പേര് പങ്കെടുത്തിരുന്നു. ഇനി കൂനൻ കുരിശ് സത്യം ഏത് വർഷമാണ് നടന്നത്? 1653 ജനുവരി 3 1653 ജനുവരി 3 പഴശ്ശി കലാപങ്ങൾ. ആരാണ് പഴശ്ശി രാജ? വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു അല്ലെ? വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ. അദ്ദേഹം ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഇദ്ദേഹം ഇംഗ്ലീഷുകാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. ഇതിന് പ്രതിഫലമായി കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാമെന്നാണ് ആര് വാഗ്ദാനം ചെയ്തത്? ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുകയാണെങ്കിൽ കോട്ടയം രാജവംശത്തിന് എന്ത് നൽകാമെന്നാണ് ബ്രിട്ടീഷുകാർ വാഗ്ദാനം നൽകിയത്? സ്വതന്ത്ര പദവി നൽകാമെന്ന് അല്ലെ? കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാമെന്നാണ് ആര് വാഗ്ദാനം ചെയ്തത്? ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ യുദ്ധാനന്തരം എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ വാഗ്ദാന ലംഘനം നടത്തുകയും കോട്ടയം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ഇതാണ് പഴശ്ശി യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ വടക്കേ മലബാറിലെ കോട്ടയം രാജവംശത്തിലെ ഒരു അംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത്. അദ്ദേഹം ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അല്ലെ? എന്തിനു വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്?
കോട്ടയത്തിന് സ്വതന്ത്ര പദവി ലഭിക്കുന്നതിന് വേണ്ടി, കോട്ടയത്തിന് സ്വതന്ത്ര പദവി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒന്നാം മൈസൂർ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ സഹായിക്കുന്ന ഒരു നിലപാട് ആര് സ്വീകരിച്ചത്? കേരളവർമ്മ പഴശ്ശിരാജ സ്വീകരിച്ചത്. എന്നാൽ യുദ്ധാനന്തരം എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ വാഗ്ദാന ലംഘനം നടത്തുകയും കോട്ടയം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. ഇത് എന്തിന് കാരണമായി? പഴശ്ശി യുദ്ധങ്ങൾക്ക് കാരണമായി. പ്രധാനമായും 2 പഴശ്ശി യുദ്ധങ്ങളാണ് നടന്നിരിക്കുന്നത് കേട്ടോ. ഒന്നാം പഴശ്ശി യുദ്ധം നടന്നത് എപ്പോഴാണ്? 1793 മുതൽ 1797 വരെയാണ്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. ഇനി രണ്ടാം പഴശ്ശി യുദ്ധം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 97 വരെയാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയാണ്. അപ്പോൾ പഴശ്ശി യുദ്ധങ്ങളുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1793 മുതൽ 1805 വരെയാണ്. 1793 മുതൽ 1805 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം എപ്പോഴാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്? 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിലാണ് അല്ലെ. 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഈ കാരണങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അതും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ്. എന്താണ്? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? പുരളിമലയാണ്. ഏതാണ്? കണ്ണൂരിലുള്ള പുരളിമലയായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നത് ആരായിരുന്നു? ചിറയ്ക്കൽ രാജാവായിരുന്നു. ആരായിരുന്നു? ചിറയ്ക്കൽ രാജാവായിരുന്നു. അപ്പോൾ ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഒരു മീഡിയേറ്റർ ആയിട്ട് നിന്നത് ചിറയ്ക്കൽ രാജാവായിരുന്നു. ചിറയ്ക്കൽ രാജാവായിരുന്നു. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത്. ഈ രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കാനുള്ള കാരണം എന്തായിരുന്നു? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു. എന്തായിരുന്നു? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു. നമുക്കറിയാം, മൈസൂർ യുദ്ധത്തിന് ബ്രിട്ടീഷുകാരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് ആര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്? പഴശ്ശിരാജ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? കോട്ടയത്തിന് സ്വതന്ത്ര പദവി ലഭിക്കുന്നതിന് വേണ്ടി. അല്ലെ, കോട്ടയത്തിന് സ്വതന്ത്ര പദവി നൽകാമെന്ന് ആര് വാഗ്ദാനം ചെയ്തിരുന്നു? ബ്രിട്ടീഷുകാർ വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പഴശ്ശിരാജ മൈസൂർ യുദ്ധത്തിൽ ഇംഗ്ലീഷുകാരെ സഹായിച്ചത്. എന്നാൽ യുദ്ധാനന്തരം എന്താണ് സംഭവിച്ചത്? ബ്രിട്ടീഷുകാർ വാഗ്ദാന ലംഘനം നടത്തുകയും കോട്ടയം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. അവർ വാഗ്ദാന ലംഘനം നടത്തുക മാത്രമല്ല, കോട്ടയം രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്തു. അതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത്. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു. അപ്പോൾ 1793 മുതൽ 97 വരെയുള്ള കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത്. എന്തായിരുന്നു പ്രധാനപ്പെട്ട കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. പ്രധാനപ്പെട്ട കേന്ദ്രം എവിടെയായിരുന്നു? പുരളിമലയാണ് അല്ലെ. കണ്ണൂരിലെ പുരളിമലയായിരുന്നു. ഇവർക്ക് ഇടനിലക്കാരനായി നിന്നത് ആരാണ്? അതായത് ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ പഴശ്ശിരാജയ്ക്കും ബ്രിട്ടീഷുകാരനും മീഡിയേറ്ററായി നിന്നത് ആരായിരുന്നു? ചിറയ്ക്കൽ രാജാവായിരുന്നു. ചിറയ്ക്കൽ രാജാവായിരുന്നു. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800 മുതൽ 1805 വരെയുള്ള കാലഘട്ടത്തിലാണ്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാരണം എന്താണ്? നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു. നാലാം മൈസൂർ യുദ്ധത്തിന്റെ അനന്തരഫലമായിരുന്നു. എന്നാൽ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ബ്രിട്ടീഷുകാർ വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതായിരുന്നു രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ പെട്ടെന്നുണ്ടായ കാരണം. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയുടെ സൈന്യത്തെ നയിച്ചത് ആരൊക്കെയാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. ആരൊക്കെയാണ്? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ,
കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായർ. പള്ളൂർ ഏമൻ നായരൊക്കെ ചേർന്നിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? തലയ്ക്കൽ ചന്തുവായിരുന്നു. ആരാണ്? തലയ്ക്കൽ ചന്തുവായിരുന്നു. തലയ്ക്കൽ ചന്തുവും എടച്ചേന കുങ്കനും കൂടി ചേർന്നിട്ടാണ് 1802 പനമരം കോട്ട പിടിച്ചെടുത്തത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക കേട്ടോ. 1802 എടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തു എന്നിവർ ചേർന്നാണ് പനമരം കോട്ട പിടിച്ചെടുത്തത്. ഇനി കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശിരാജ ഗൊറില്ല യുദ്ധം നടത്തിയത് എവിടെയായിരുന്നു? വയനാട് കുന്നുകളിൽ വെച്ചാണ്. എവിടെയാണ്? വയനാട് കുന്നുകളിലാണ്. കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശിരാജ ഗൊറില്ല യുദ്ധം നടത്തിയത് വയനാട് കുന്നുകളിൽ വെച്ചാണ്. രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവിയായിരുന്നു ആർതർ വെല്ലസ്ലി. ആരായിരുന്നു? ആർതർ വെല്ലസ്ലി. ആർതർ വെല്ലസ്ലി. ഈ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആയിരുന്നു തോമസ് ഹാർവേ ബാബർ. തോമസ് ഹാർവേ ബാബർ. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവ സമയത്ത് തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ് കോൽക്കാർ എന്ന് പറയുന്നത്. പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘം ഏതായിരുന്നു? കോൽക്കാർ ആയിരുന്നു. കോൽക്കാർ ആയിരുന്നു. അപ്പോൾ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചത് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അപ്പു നായർ, എടച്ചേന കുങ്കൻ നായർ, പള്ളൂർ ഏമൻ നായരാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവ് ആരായിരുന്നു? തലയ്ക്കൽ ചന്തുവായിരുന്നു. ഈ തലയ്ക്കൽ ചന്തുവും എടച്ചേന കുങ്കനും കൂടി ചേർന്നാണ് 1802 പനമരം കോട്ട പിടിച്ചെടുത്തത്. അതുപോലെ തന്നെ കുറിച്യരുടെയും കുറുമ്പരുടെയും സഹായത്തോടെ പഴശ്ശിരാജ ഗൊറില്ല യുദ്ധം നടത്തിയത് വയനാട് കുന്നുകളിൽ വെച്ചാണ്. വയനാട് കുന്നുകളിൽ വെച്ചാണ്. ഈ ഒരു സമയത്ത് ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരായിരുന്നു? ആർതർ വെല്ലസ്ലി ആയിരുന്നു. തലശ്ശേരിയിലെ സബ് കളക്ടർ ആരായിരുന്നു? തോമസ് ഹാർവേ ബാബർ ആയിരുന്നു. ഈ കോൽക്കാർ ആരാണ്? പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സംഘമാണ്. ഇനി പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30-നാണ്. 1805 നവംബർ 30-നാണ് പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത്. അദ്ദേഹം വെടിയേറ്റ് മരിച്ച സ്ഥലം എവിടെയാണ്? മാവിലൻതോട് മാനന്തവാടിയാണ് കേട്ടോ. വയനാടിലെ മാവിലൻതോട് മാനന്തവാടി എന്ന സ്ഥലത്ത് വെച്ചാണ് അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. ഇനി പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മാനന്തവാടിയിലാണ്. അദ്ദേഹം വെടിയേറ്റ് മരിച്ച മാനന്തവാടിയിൽ തന്നെയാണ് പഴശ്ശി സ്മാരകം സ്ഥാപിച്ചിരിക്കുന്നത്. മാനന്തവാടി ഏത് ജില്ലയാണ്? വയനാട് ജില്ലയാണ് കേട്ടോ. വയനാട് ജില്ലയാണ്. ഇനി പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. മൂന്ന് മാറിപ്പോവരുത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്. കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? പഴശ്ശിരാജയാണ് കേട്ടോ. പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന പേരിൽ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ്. അതുമാത്രമല്ല കേരള സിംഹം എന്ന പേരിൽ ഒരു പുസ്തകവും ആര് രചിച്ചിട്ടുണ്ട്? സർദാർ KM പണിക്കർ രചിച്ചിട്ടുണ്ട്. അപ്പോൾ പഴശ്ശിരാജയാണ് കേരള സിംഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പേരിൽ പുസ്തകം രചിച്ചതും ആര് തന്നെയാണ്? സർദാർ KM പണിക്കരാണ്. ഇനി തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം ആരാണ് തലയ്ക്കൽ ചന്തു? പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിരുന്നു അല്ലെ. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവാണ് തലയ്ക്കൽ ചന്തു. അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം എന്ന സ്ഥലത്താണ്. വയനാട്ടിലെ പനമരം എന്ന സ്ഥലത്താണ് പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യരുടെ നേതാവായിട്ടുള്ള തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30-നാണ്. എവിടെയായിരുന്നു സ്ഥലം? മാവിലൻതോട് മാനന്തവാടിയിൽ, വയനാട് ജില്ലയിലെ മാനന്തവാടിയിൽ വെച്ചാണ് അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നതും ഈ മാനന്തവാടിയിൽ തന്നെയാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരാണ്.
പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പേരിൽ പുസ്തകം രചിച്ചിരിക്കുന്നതും സർദാർ KM പണിക്കർ തന്നെയാണ്. തലയ്ക്കൽ ചന്തുവിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരമാണ്. ഈ പനമരം ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ് കേട്ടോ.